ഇന്നൊരു കിടിലൻ വെഡ്ഡിംഗ് വിശേഷങ്ങളായാലോ? മടവൂർ പാലസിൽ വെച്ചാണ് വെഡ്ഡിംഗ്. നേരത്തെ പോയതുകൊണ്ട് തന്നെ വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു. എത്തിയ ഉടനെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ബോയ്സ് ഒക്കെ സെറ്റാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു ടീ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി ടീ ആണ്. 115ഓളം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ. അവിടെ ചെയ്യുന്നത് കോയമ്പത്തൂരുള്ള ടീംസാണ്. അതാണ് ഇവിടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്. അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. വെൽക്കം ഡ്രിങ്ക്സ് തന്നെ ഒരു 3-4 ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളായി പഞ്ഞിമുട്ടയൊക്കെ ലൈവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോപ്കോൺ ആണ്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. പോപ്കോണും ലൈവായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ജിലേബി ഉണ്ട്, ഗുലാബ് ജാം, ഐസ്ക്രീം. പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഏതായാലും നമുക്ക് അകത്ത് കയറിയാലോ. നല്ല വിശാലമായ ഫുഡ് കൗണ്ടറിനാണ് ഇവിടെ സെറ്റ് ചെയ്തത്. നേരത്തെ ആയതുകൊണ്ട് തന്നെ വലിയ ക്രൗഡൊന്നും ഇല്ല. കൂടാതെ ഇവരെ സാലഡ് ഐറ്റംസ് ഒക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഇവരെ മെനു ബീഫ് കല്ലൂർ വരട്ട്, ചിക്കൻ ഫ്രൈ, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ലൈവ് ദോശ, പൊരിച്ച പത്തിരി, ആട്ടപ്പൊറോട്ട, എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട്. കുറേ ഐറ്റംസ് ഇനിയുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഫുഡൊന്ന് കഴിച്ച് നോക്കാം. ഇവിടെ കണ്ട എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടാണ് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത്. ഫ്രണ്ട്സുകളെല്ലാവരും ഉണ്ട്. എല്ലാവരും സെറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈവൻറ്റ്സ് ചെയ്യുന്നത് ചിക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള സുൽത്താൻ ബത്തേരിയുള്ളൊരു ടീമാണ്. ഇവരെ സർവീസും നമുക്ക് നല്ലപോലെ ഇഷ്ടമായി. ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഫുഡ് ഒരു രക്ഷയില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബൊഫേ ആകുമ്പോൾ നമ്മൾ അടുത്തേക്ക് രണ്ടാമത് വീണ്ടും ആൾ വരുന്നില്ല, നമ്മൾ വീണ്ടും എടുത്ത് കഴിക്കലാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മുടെ ടേബിളിന് അടുത്ത് വന്നുകൊണ്ട് ഇനി എന്താണ് ആവശ്യമുള്ളത് എന്ന് ചോദിച്ച് അവർ നമ്മളെ മനസ്സ് നിറച്ച് കഴിച്ചതിന് ശേഷം നമ്മളെ വിടുന്നത്. അതിനിടയിൽ നമ്മൾ നൈസായിട്ട് അവരെ കിച്ചണിലൊക്കെ ഒന്ന് കയറി കണ്ട്. ചെക്കനും പെണ്ണും തിരക്കിട്ട ഫോട്ടോഷൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാനും വിട്ടില്ല. ജസ്റ്റ് അവിടുന്ന് വീഡിയോ എടുത്ത് പോരുകയാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ സ്റ്റേജ് വർക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് പറഞ്ഞാൽ ARS ഈവൻറ്റ്സ് കാലിക്കറ്റാണ്. രണ്ടാൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.